അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ഏതെങ്കിലും ഒരാൾ ഗൾഫിൽ നിന്ന് അല്ലെങ്കിൽ നാട്ടിൽ നിൽക്കുന്ന ഒരാൾ തന്നെ ഒരു പുതിയ ഒരു സംരംഭം തുടങ്ങി, ഒരു ബിസിനസ് തുടങ്ങി. അപ്പോൾ ആ പരിപാടി അത്യാവശ്യം തിരക്കടില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട്, അല്ലെങ്കിൽ അത് ക്ലച്ച് പിടിച്ചു എന്ന് കാണുമ്പോഴേക്ക് ഇതേ സെയിം പരിപാടി അദ്ദേഹം നടത്തുന്നതിൻ്റെ തൊട്ട് അടുത്തായിട്ട് തന്നെ വേറെയും പുതിയ പരിപാടികളായിട്ട് ആളുകൾ വരും. കാരണം അദ്ദേഹം അതുകൊണ്ട് രക്ഷപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ അയാൾക്ക് അതും വല്ല ലാഭം കിട്ടുന്നുണ്ട്, അത് വിജയിക്കുമോ അല്ലെങ്കിൽ വിജയിക്കുന്നുണ്ട് എന്നൊക്കെ കരുതിക്കൊണ്ട് പല ആളുകളും ഇതേ പരിപാടി തുടങ്ങും. അങ്ങനെ നമ്മുടെ നാട്ടിൽ മുമ്പ് ഒരു വലിയ രീതിയിൽ തരംഗം ആയിരുന്ന സംഭവമായിരുന്നു ചപ്പാത്തി കമ്പനി. ഇവിടെ ഈ വടക്ക് ഭാഗങ്ങളിലൊക്കെ എവിടെ നോക്കിയാലും ഒരു അങ്ങാടിയിൽ തന്നെ 4-5 ചപ്പാത്തി കമ്പനി ഒക്കെ ഉണ്ടായിരുന്നു. കാരണം ഏതോ കുറച്ച് ആളുകൾ ഇതുപോലെയുള്ള ചപ്പാത്തി കമ്പനി സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ അത് വിജയിച്ചു. അപ്പോൾ ഒരുപാട് ആളുകൾ വീണ്ടും തുടങ്ങി. പിന്നെന്താ സംഭവിക്കുക? ഒരുപാട് ആളുകൾ ഇതേപോലെ തുടങ്ങുമ്പോൾ ആർക്കും വലിയ രീതിയിൽ കച്ചവടം ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ഒറ്റയടിക്ക് പൂട്ടിപ്പോവും. പിന്നെ അതിന് ശേഷം തുടങ്ങിയതായിരുന്നു ടർഫിൻ്റെ പരിപാടി. കുട്ടികൾ പന്ത് കളിക്കുന്ന ടർഫ് ഉണ്ടാക്കിയിടാം. അത് പിന്നെ വലിയ സാമ്പത്തികമായ ആദ്യം നല്ല സാമ്പത്തികം വേണം എന്നതുകൊണ്ട് തന്നെ, നല്ല ചിലവുള്ളതായതുകൊണ്ട് തന്നെ പല ആളുകളും അതിന് മുതിർന്നിട്ടില്ല. പക്ഷേ ഇപ്പോഴും അത് എടുത്തുപോയി. പിന്നെ അതിന് ശേഷം നെയ്ച്ചോറ്, അൺലിമിറ്റഡ് നെയ്ച്ചോറ്, ചിക്കൻ പീസിൻ്റെ പരിപാടി, അത് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തരംഗമായിക്കൊണ്ടിരിക്കുന്നതാണ് പെട്രോൾ പമ്പ്. എല്ലായിടത്തും ഒരു 4-5 കിലോമീറ്ററിൻ്റെ കിടക്കുന്ന 2-3 പെട്രോൾ പമ്പുകളാണ്. ഇനി ഭാവിയിൽ ഒരു പക്ഷേ ഓരോ കിലോമീറ്ററുകൾക്കിടയിലും ഓരോ പെട്രോൾ പമ്പ് ഉണ്ടാവാൻ ബൈ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഒരാൾ തുടങ്ങും. അപ്പോൾ അത് അയാളത് വിജയിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ക്ലച്ച് പിടിച്ചു, അയാളതുകൊണ്ട് ലാഭം കിട്ടുന്നുണ്ടെന്ന് കാണുമ്പോൾ വേറെയും ആളുകൾ ഇതേ സെയിം പരിപാടി തുടങ്ങും, എല്ലാവരും ഒരുമിച്ച് കൂട്ടും. അപ്പോൾ ഇത് 2 നിലക്കുള്ള ആളുകളുണ്ട്. അവനങ്ങനെ അതുകൊണ്ട് രക്ഷപ്പെടണ്ട എന്ന് ചിന്തിച്ചുകൊണ്ട് തൊട്ടടുത്ത് തന്നെ തുടങ്ങുന്ന ആളുകളുണ്ട്. അല്ലെങ്കിൽ അവൻ രക്ഷപ്പെട്ടു, ഞാനും തുടങ്ങി നോക്കാം, എനിക്ക് രക്ഷപ്പെടാമല്ലോ എന്ന് കരുതിയിട്ട് നല്ല നിലക്ക് തുടങ്ങുന്ന ആളുകളുണ്ട്. പക്ഷേ ഇതൊരു മണ്ടത്തരാണ് ചെയ്യുന്നത്. അപ്പോൾ കിട്ടുന്ന ലാഭവും വളരെ കുറവാണ്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനൊരു പരിപാടി നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പോൾ ഇതേപോലെയാണ്. നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിൻ്റെ രീതിയും ഇതുപോലെ തന്നെയാണ്. അഥവാ മക്കൾക്ക് എന്തിനോടാണ് പഠനത്തിന് താല്പര്യമുള്ളത്, അല്ലെങ്കിൽ എന്ത് പഠിക്കാനാണ് മക്കൾക്ക്, ഏത് മേഖലയിലാണ് കൂടുതൽ താല്പര്യമുള്ളത് എന്ന് മക്കളുടെ ഇഷ്ടം നോക്കാതെ എല്ലാ മക്കളും തൊട്ടടുത്ത വീട്ടിലെ കുട്ടി ഇന്ന കോഴ്സിനാണ് പോകുന്നത്, അപ്പോൾ എന്നാൽ നീയും ആ കോഴ്സിന് തന്നെ പൊയ്ക്കോ, സ്വന്തം മകനത് പഠിക്കാൻ കഴിയുമോ, അല്ലെങ്കിൽ അവർക്ക് അതിനോട് താല്പര്യമുണ്ടോ, അവർ താല്പര്യമുള്ള മേഖല ഏതാണ്, അതൊന്നും അന്വേഷിക്കാൻ രക്ഷിതാക്കൾ തയ്യാറാകുന്നില്ല. ചിലപ്പോൾ കുടുംബത്തിലുള്ള ഏതെങ്കിലും ഒരു കുട്ടി, ഇതേ പ്രായത്തിലുള്ളൊരു കുട്ടി +2 കഴിഞ്ഞു അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞു, ഓൻ ഇന്ന കോഴ്സിന് പോവുകയാണ്, എന്നാൽ ഒന്നും നോക്കാനില്ല, നീയും പൊയ്ക്കോ, അതിന് എത്ര പൈസ ചിലവായാലും വേണ്ടില്ല, അവൻ അതിന് പോകുന്നുണ്ട്, എന്നാൽ നീയും പൊയ്ക്കോ. അല്ലെങ്കിൽ അയൽവാസി വീട്ടിലെ കുട്ടി ഇന്ന കോഴ്സിനാണ് പോകുന്നത്, എന്നാൽ നീയും അതിന് പൊയ്ക്കോ. ഇതേ ഒരു സിസ്റ്റം ഇപ്പോഴും നമ്മുടെ നാട്ടിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മക്കൾ പഠനത്തിന് പഠിക്കാൻ താല്പര്യമുണ്ടോ, അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ തന്നെ അത് ഏത് മേഖലയിലാണ് പഠിക്കാൻ താല്പര്യമുള്ളത്, മക്കളുടെ ചോയ്സുകൾ അല്ലെങ്കിൽ മക്കളുടെ താല്പര്യങ്ങൾ, ഏതൊരു ആൾക്കും ഓരോ ടാലൻ്റ് ഉണ്ടാവും. ഈ ടാലൻറ്റ് നോക്കിയിട്ടാണ് മക്കളെ നമ്മൾ എന്തിന് വിടണം എന്ന് തീരുമാനിക്കും. തൊട്ടടുത്ത വീട്ടിലെ കുട്ടിക്ക് ഒരു പക്ഷേ സയൻസിനോടാണ് താല്പര്യമെങ്കിൽ നമ്മുടെ മക്കൾക്ക് അത് പഠിക്കാൻ ഒട്ടും കഴിയാത്ത മക്കളായിരിക്കും. അപ്പോൾ അവരെയും നമ്മൾ നിർബന്ധിപ്പിച്ച് വിടും, ഒരുപാട് പൈസ ചിലവാക്കും, ഒരുപാട് കുട്ടി കൂടെ ഇടങ്ങാറാകും എന്നല്ലാതെ ആ പഠനം കൊണ്ട് കുട്ടിക്ക് യാതൊരു നേട്ടവും ഉണ്ടാവില്ല. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വിദ്യാഭ്യാസത്തിൻ്റെ രീതിയും നേരത്തെ പറഞ്ഞ ബിസിനസ്സിൻ്റെ അതേപോലെ തന്നെയാണ്. എല്ലാവരും എന്ത് പഠിക്കുന്നു അതുപോലെ നമ്മുടെ മക്കളും പഠിക്കട്ടെ. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെ ഇപ്പോൾ ഏകദേശം ഒരു 5-6 വർഷം മുമ്പ് ബിടെക്കാരെ കൊണ്ട് തട്ടിമുട്ടി നടക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. കാരണം എന്താ? ബിടെക്ക് പഠിച്ച് കുറച്ച് കുട്ടികൾ എവിടേക്കേ പോയി രക്ഷപ്പെട്ടു. അപ്പോൾ അതോടുകൂടി പിന്നെ എല്ലാവരും ഈ ബിടെക്കിൻ്റെ പിന്നാലെയായിരുന്നു. അവസാനം ബിടെക്കിന് വലിയ സ്കോപ്പ് ഇല്ലാതെയായി, അതിന് വലിയ ഒരു സാധ്യത കുറഞ്ഞു, ജോലി കിട്ടാതെയായപ്പോൾ എല്ലാവരും പിന്നെ വന്നതാണ് അക്കൗണ്ടിങ്. എല്ലാവരും അക്കൗണ്ടിങ് ആയിരുന്നു. ഞാൻ ഏതൊരു കുട്ടിയെ ചോദിച്ചാൽ എന്താ പഠിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അക്കൗണ്ടിങ് എന്ന്. ഇപ്പം നിലവിൽ നമ്മുടെ നാട്ടിൽ എല്ലാ കുട്ടികളും പോകുന്ന ഒരു പരിപാടി CA, ചാർട്ടേഡ് അക്കൗണ്ട് കോഴ്സ്. എല്ലാ കുട്ടികളും. ഇപ്പോൾ അടുത്ത് ഞാൻ മദ്രസയിൽ പഠിപ്പിച്ച ഒരു കുട്ടി, യാദൃശ്ചികമായിട്ട് ആ കുട്ടീനെ കണ്ടു. അപ്പോൾ ആ കുട്ടി ഇതേപോലെ ചോദിച്ചു, അപ്പോൾ എന്താ പഠിക്കുന്നത്? ഞാൻ ഇവിടെ ട്യൂഷന് പോവാണ്, ഒരു കോച്ചിങ്ങിന് പോകുന്നുണ്ട്, എന്താണ് CAക്ക്? ആ കുട്ടിയെ എനിക്കറിയാം, ഞാൻ മദ്രസയിൽ പഠിപ്പിച്ചതാണ്.
പഠനത്തിൽ യാതൊരു ശ്രദ്ധയില്ലാത്ത അല്ലെങ്കിൽ പഠിക്കാൻ തന്നെ താല്പര്യമില്ലാത്തൊരു കുട്ടിയായിരുന്നു. ആ കുട്ടി വരെ സി എക്കാണ് പോകുന്നത്. സി എ എടുത്ത ആളുകൾക്കറിയാം അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും എത്രത്തോളം ഉണ്ട്. നല്ല ശ്രദ്ധിച്ച് നല്ലോണം ബുദ്ധി ഉപയോഗിച്ച് പഠിക്കേണ്ട കാര്യമാണ് സി എന്ന് പറയുന്നത്. അപ്പോൾ ഈ കുട്ടി പോലും സി എക്കാണ്. 5 വയസ്സൊക്കെ അവൻ പഠിക്കാനില്ലാത്ത കുട്ടിയാണ്. അവൻ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് പഠിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു സി എക്കോ? ആ വീട്ടുകാരിങ്ങനെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ പോവുക അവർക്ക് ഇനിയിപ്പോൾ ഞാൻ ഇതിന് പോയിട്ടില്ല, അതിന് ബുദ്ധിമുട്ടാണ്. അപ്പോൾ പിന്നെ അവൻ പറയുന്നത് എൻ്റെ കൂട്ടുകാർ 1-2 ഇതിന് പോകുന്നുണ്ട്, അപ്പോൾ പിന്നെ എന്നോട് ഇതിനോട് പോയിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഈ ഒരു സ്ഥിതിയാണ് നമ്മുടെ മക്കളുടെ അവസ്ഥ. എന്താണ്, നമ്മൾ എല്ലാവരും എന്ത് ചെയ്യുന്നു എന്ന് നോക്കിയിട്ടാണ്, അല്ലെങ്കിൽ തൊട്ടടുത്ത വീട്ട് അല്ലെങ്കിൽ കുടുംബത്തിലുള്ള കുട്ടികൾ, ഇതേ പ്രായത്തിലുള്ള കുട്ടികൾ എന്തിനു പോകുന്നു. അപ്പോൾ പിന്നെ മാതാപിതാക്കളാണ്, അവരുടെ ഇഷ്ടമാണ് അവിടെ പ്രാധാന്യം. മക്കളെ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുക്കുന്നില്ല. മക്കൾക്ക് അതിനോട് താല്പര്യമുണ്ടോ, അല്ലെങ്കിൽ അവർക്ക് ഏത് മേഖലയുടെ താല്പര്യം. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകൾ വളരെ ചുരുക്കമാണ്. എല്ലാവർക്കും നല്ല വിദ്യാഭ്യാസമുണ്ട്. പക്ഷേ ഈ വിദ്യാഭ്യാസം കൊണ്ടോ ഒരുപാട് സർട്ടിഫിക്കറ്റുകൾ ഉണ്ടായതുകൊണ്ടോ യാതൊരു പ്രയോജനവുമില്ല. അതിനേക്കാളും പ്രയോജനമില്ല എന്നല്ല, പഠനം വേണം. പക്ഷേ നമുക്ക് താല്പര്യമുള്ള മേഖലയിൽ കൂടിയാകുമ്പോൾ പഠനത്തിന് നമുക്കതുകൂടെ തൊഴിൽ സാധ്യതയും കൂടും. പഠിക്കാനും നമുക്ക് താല്പര്യം ഉണ്ടാവും. അപ്പോൾ അതും മുഖേന നമുക്ക് ആ മേഖലയിൽ നമുക്ക് കൂടുതൽ കഴിവ് തെളിയിക്കണം. കഴിവുള്ളവരെയാണ് ഇന്ന് ലോകത്ത് ആവശ്യം. ഏതൊരു മേഖലയിൽ ചെന്ന് കഴിഞ്ഞാലും, ജോലിക്ക് ചെന്ന് കഴിഞ്ഞാലും സർട്ടിഫിക്കറ്റ് അവിടെ വന്ന എല്ലാവരുടെ കയ്യിലും അട്ടിക്കണക്കിന് സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. പഠനത്തിനും യാതൊരു കുറവുണ്ടാവില്ല. പക്ഷേ കഴിവുള്ളവർ അവിടെ എന്തിനാണോ വിളിച്ചു വരുത്തിയിട്ടുള്ളത്, ഏത് ജോലിക്കാണോ വിളിച്ചു വരുത്തിയിട്ടുള്ളത്, ആ ജോലിയിൽ കഴിവ് തെളിയിക്കാൻ പറ്റുന്ന ആളുകളെയാണ് ആളുകൾക്ക് ആവശ്യം. അഥവാ സ്കില്ല് വേണം, അല്ലെങ്കിൽ ടാലൻ്റ് ഉള്ള ആളുകളെയാണ് ഇന്ന് എവിടെ ചെന്ന് കഴിഞ്ഞാൽ ആവശ്യമുള്ളത് അവരെയാണ്. വരുന്ന 100 ആളുകൾക്ക് നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും എല്ലാവിധ പഠനവും സർട്ടിഫിക്കറ്റും ഉണ്ട്. പക്ഷേ ആരെ തിരഞ്ഞെടുക്കും? കുറഞ്ഞ ആളുകളെ മാത്രമായിരിക്കും ആവശ്യം വരിക. പക്ഷേ തിരഞ്ഞെടുക്കുന്നത് അതിൽ കൂടുതൽ കഴിവുള്ള ആളുകളായിരിക്കും. ചിലപ്പോൾ ഒരുപാട് ആളുകൾ തിരഞ്ഞെടുക്കും, പക്ഷേ പിന്നീട് അവർ നിരീക്ഷിക്കാൻ തുടങ്ങും ആരാണ് ഇതിലേറ്റവും കഴിവ് തെളിയിക്കുന്ന ആളുകൾ. ഇതിനോട് താല്പര്യമുള്ള ആളുകളെയും ഒട്ടും താല്പര്യമില്ലാത്ത ആളുകളെയും തിരിച്ചറിയാൻ കഴിയും. താല്പര്യമില്ലാത്തവരെ പറഞ്ഞയക്കും, അല്ലെങ്കിൽ ജോലിയിൽ നിന്ന് പിരിച്ചുവിടും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മക്കളെ ചെറുപ്പത്തിൽ തന്നെ ഏത് മേഖലയിലാണ് താല്പര്യം. അത് പഠനത്തിനായാലും തുടർന്ന് പ്ലേസ്മെൻറ്റ് ജോലി കിട്ടുന്ന തൊഴിലാണെങ്കിൽ പോലും നമ്മൾ കഷ്ടപ്പെട്ട് നമ്മൾ ഒരുപാട് പൈസ ചിലവാക്കി മക്കളെ പഠിപ്പിക്കുമ്പോൾ മക്കളുടെ താല്പര്യം കൂടെ രക്ഷിതാക്കൾ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കുകയോ, അല്ലെങ്കിൽ അത് കണ്ടറിഞ്ഞ് മക്കളെ ആ ഒരു മേഖലയിലേക്ക് മക്കളെ തിരിച്ചു വിടുകയോ ചെയ്യാൻ രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം.